നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഈയിടെ പ്രചരിച്ചിരുന്നു. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹത്തിൻ്റെ സിറ്റിയുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുക. ഈ കോൺട്രാക്റ്റ് ഇതുവരെ അദ്ദേഹം പുതുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സീസണിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി വിടുമെന്നും മറ്റേതെങ്കിലും ടീമിലേക്ക് പോകുമെന്നും എന്നുള്ള തരത്തിലുള്ള റൂമറുകൾ ഒരുപാട് വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ വിരാമമായിട്ടുണ്ട്. പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരും. അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. 2027 വരെയുള്ള ഒരു പുതിയ കോൺട്രാക്റ്റിലാണ് പെപ്പ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. 2 വർഷത്തേക്കാണ് കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുള്ളത്. അതിനർത്ഥം മാഞ്ചസ്റ്റർ സിറ്റിയോടൊപ്പം 10 വർഷം പൂർത്തിയാക്കാൻ ഈ ഒരു പരിശീലകന് കഴിയും എന്നുള്ളതാണ്. നമുക്കറിയാം 2016 ഇദ്ദേഹം ബയേണിൻ്റെ പരിശീലക സ്ഥാനം വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയത്. അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് നേട്ടങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ക്ലബിന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ വലിയ ആധിപത്യമാണ് ഇദ്ദേഹത്തിന് കീഴിൽ ഇപ്പോൾ സിറ്റി പുലർത്തുന്നത്. 6 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. 2 FA കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. 4 ലീഗ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഐതിഹാസികമായ നേട്ടങ്ങൾ അദ്ദേഹം ഈ ഒരു ക്ലബിന് നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ബുദ്ധിമുട്ടേറിയ സമയമാണ്. കഴിഞ്ഞ 4 മത്സരങ്ങളിലും മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കരിയറിൽ അപൂർവമായി കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. ആദ്യത്തെ അനുഭവമാണ് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ സഹായിച്ചു എന്ന കാര്യം കൂടി ഇപ്പോൾ പെപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു സാഹചര്യങ്ങൾ മാറ്റിമറിച്ച് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ വേണ്ടി കൂടിയാണ് താൻ കോൺട്രാക്റ്റ് പുതുക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പെപ്പിനെ ബ്രസീലൊക്കെ എത്തിക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ നിലവിൽ അതിനുള്ള സാധ്യതകൾ എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.